2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം എന്ന ഏക ലക്ഷ്യത്തോടുകൂടി ഏതാനും മാസങ്ങൾക്ക് മുൻപ് രൂപീകൃതമായ INDA എന്ന പ്രതിപക്ഷ ഐക്യം വളരെ ഗൗരവമായ ആലോചനകളിലേക്ക് ആഴ്ന്നിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അധികം സമയം ഇല്ല എന്ന ബോധ്യത്തോടുകൂടെ തന്നെയാണ് അതിനകത്തെ എല്ലാ ഘടകകക്ഷികളും ഒറ്റയ്ക്കും കൂട്ടായും ഈ വിഷയത്തെ സംബന്ധിച്ച് ഗൗരവമായ ആലോചനകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി നാം കാണേണ്ടത് ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒഴിച്ചാൽ ഈ സഖ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന 27 കക്ഷികളിൽ ഏറിയ പങ്കും പ്രാദേശിക കക്ഷികളാണ്. ഉദാഹരണമായി തമിഴ്നാട്ടിൽ DMK, അതുപോലെ തന്നെ ബീഹാറിൽ ജനതാദൾ U, അതുപോലെ ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്, അതുപോലെ ബീഹാറിൽ രാഷ്ട്രീയ ജനതാദൾ തുടങ്ങിയതായിട്ടുള്ള കക്ഷികളാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട അംഗങ്ങൾ. ഇവർക്കെല്ലാം വ്യത്യസ്തമായ രാഷ്ട്രീയ ആദർശങ്ങളും രാഷ്ട്രീയ സിദ്ധാന്തങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഏതായാലും ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ സഖ്യത്തിന് എല്ലാ വിധത്തിലും നേതൃത്വം കൊടുക്കാൻ യോഗ്യതയുള്ളത്. ആ നേതൃത്വമാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ അടുത്ത സമയത്ത് ഈ പ്രതിപക്ഷ ഐക്യത്തിൽ ഉണ്ടായ ചില അപശബ്ദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും ഇതിനെ പിന്തുണയ്ക്കുന്നവരെയും വളരെയേറെ നിരാശയിലാഴ്ത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പല വിധത്തിലുള്ള താല്പര്യങ്ങളുള്ള രാഷ്ട്രീയ കക്ഷി ആയതുകൊണ്ട് നേതാക്കന്മാർക്കെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ അത് ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നത് BJPക്ക് മാത്രമേ ഗുണം ചെയ്യൂ എന്ന തിരിച്ചറിവ് ഇതിനകത്ത് ഉൾപ്പെട്ടു നിൽക്കുന്ന കക്ഷികൾക്കെല്ലാം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടായ നേരിയ പരാജയം സ്വാഭാവികമായി അവരുടെ വിലപേശൽ ശക്തിയെ കുറച്ചിട്ടുണ്ട് എന്നതൊരു പരമാർത്ഥമാണ്. എന്നാൽ അവസരത്തിനൊത്ത് ഉയർന്നുകൊണ്ട് ഇന്നലെയും ബഹുമാന്യനായ രാഹുൽ ഗാന്ധി പറഞ്ഞു, നമ്മൾ ധാരാളമായ വിട്ടുവീഴ്ചകൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറായി, ഈ ഐക്യം ഭദ്രമായി കാത്തു സൂക്ഷിക്കണം എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന്. ഇന്നലെ കൂടിയ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിൽ അദ്ദേഹം കൂടെയുള്ള ആളുകളെ വളരെ ശക്തമായ ഭാഷയിൽ ഈ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. പിടിവാശിയെല്ലാം ഉപേക്ഷിച്ച് ഏതളവ് വരെയും വിട്ടുവീഴ്ച ചെയ്ത് ഈ ഐക്യം നിലനിർത്തണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനത്തിന്റെ പരമമായിട്ടുള്ള ഊന്നൽ. ഇതിനിടയ്ക്ക് അല്പം അപശബ്ദമുണ്ടാക്കിയത് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ ശ്രീമതി മമതാ ബാനർജിയാണ്. ശ്രീമതി മമതാ ബാനർജി 2 ദിവസങ്ങൾക്ക് മുൻപ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സഖ്യം അധികാരത്തിൽ എത്തുകയാണെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാൻ AICCയുടെ പ്രസിഡന്റായ മല്ലികാർജുന ഖാർഗെ ആയിരിക്കണം എന്ന് അവർ വെളിപ്പെടുത്തുകയുണ്ടായി. അത് വെളിപ്പെടുത്തി അല്പസമയം കഴിഞ്ഞപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അത് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ആ മുന്നണിയിൽ ആ സഖ്യത്തിൽ ഉണ്ടാക്കിയത് എന്നാണ് പിന്നീടുള്ള പരാമർശങ്ങൾ, മറ്റു നേതാക്കളുടെ പ്രതികരണങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതിലേറ്റവും അധികം ബാധിച്ചത് ഒരളവിനപ്പുറമായി ബാധിച്ചത് ബീഹാറിലെ ജനതാദളിന്റെ നേതാവും മുഖ്യമന്ത്രിയുമായ ശ്രീ നിതീഷ് കുമാറിനാണ്. അദ്ദേഹം അതിൻ്റെ അതൃപ്തി ഭംഗ്യന്തരേണ വെളിപ്പെടുത്തി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അതൃപ്തി നന്നായി ബോധ്യമായ ഉടൻ തന്നെ ബഹുമാന്യനായ രാഹുൽ ഗാന്ധി അദ്ദേഹവുമായി സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്തു.
അത് ശുഭോദർക്കമായ ഒരു നീക്കം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. മമതാ ബാനർജിയും ആ ഒരു വാദവുമായി ഇനിയും മുന്നോട്ട് പോകും എന്ന് കരുതുക വയ്യ. കാരണം മല്ലികാർജുന ഖാർഗെ അസന്നിഗ്ധമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്, പ്രധാനമന്ത്രി ആരായിരിക്കണം എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കേണ്ട വിഷയമാണ്. എന്നെ ഏതായാലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മുൻനിർത്തി ഒരു മത്സരത്തിന് പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല. എനിക്കങ്ങനെ പ്രത്യേക പരിഗണന എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എൻ്റെ ജാതിയുടെയോ എൻ്റെ പ്രായത്തിൻ്റെയോ പേരിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ആളല്ല. എനിക്കതിൽ താല്പര്യവുമില്ല എന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഔന്നത്യത്തെയാണ് വെളിപ്പെടുത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ നിന്ന് ശ്രീമതി മമതാ ബാനർജിയും അരവിന്ദ് കേജ്രിവാളും ചില പാഠങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ശരത് പവാർ ആകട്ടെ, ലാലു പ്രസാദ് യാദവ് ആകട്ടെ, അഖിലേഷ് യാദവ് ആകട്ടെ, വിവിധ കക്ഷികളുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളെല്ലാം നല്ല ഒരളവിൽ വിട്ടുവീഴ്ച മനോഭാവം കാട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ ശരിയായ ഒരു വിലയിരുത്തലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനിയും ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കിയേക്കാവുന്ന ഒരു സന്ദർഭമാണ് ഉടനടി ഉരുത്തിരിയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, സ്ഥാനാർത്ഥി നിർണയവും സീറ്റുകളുടെ പങ്കുവയ്ക്കലുമാണ്. എല്ലായിടത്തും എല്ലാവർക്കും യോജിക്കുന്ന തരത്തിലുള്ള പൊതു സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നതാണ് വളരെ ശ്രമകരമായി ഇനിയും ഈ മുൻപിലുള്ള പ്രധാന ജോലി. അവിടെയും അല്പസ്വല്പമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതെല്ലാം പരസ്പര ചർച്ചയിലൂടെ, ഉഭയകക്ഷി ചർച്ചയിലൂടെ ലക്ഷ്യമൊന്ന്, അതായത് BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഈ ഘടകകക്ഷികൾ ഏകമനസ്സോടെ പ്രവർത്തിക്കുമെങ്കിൽ വലിയ പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, BJPയുടെ ഈ അടുത്ത കാലത്തെ ഏകാധിപത്യ പ്രവണതയും പാർലമെന്റിനെ നോക്കുകുത്തിയാക്കി ധിക്കാരത്തോടും ധാർഷ്ട്യത്തോടും അധികാരത്തിന്റെ ഗർവോടും കൂടി പ്രവർത്തിക്കുന്നതും ജനമനസ്സിൽ വളരെയേറെ അപ്രീതിക്ക് വഴിവെച്ചിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായി നല്ലൊരു അന്തരീക്ഷം ഈ പ്രതിപക്ഷ സഖ്യത്തിന് ഇപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അധികപ്പറ്റാവുകയില്ല. എന്നാൽ അവിടെയെല്ലാം എല്ലാ രാഷ്ട്രീയ കക്ഷികളും, ഇതിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന 27 രാഷ്ട്രീയ കക്ഷികളും ധാരാളം വിട്ടുവീഴ്ചകൾ ചെയ്ത് പരസ്പര ബഹുമാനത്തോടുകൂടെ, പരസ്പര ഐക്യത്തോടുകൂടെ പൊതു സ്ഥാനാർത്ഥികളെ കണ്ടെത്തി നല്ല ധാരണയോടുകൂടെ സുതാര്യമായ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നാം ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടത്. അപശബ്ദങ്ങൾ തീർച്ചയായും പരസ്പര ചർച്ചയിലൂടെ, പൊതു ചർച്ചയിലൂടെ ഇല്ലാതാകും എന്ന് തന്നെ നാം കരുതേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലും സീറ്റുകൾ പങ്കുവയ്ക്കുന്നതിലുമൊക്കെ ഒരു പൊതുധാരണയിൽ എത്തുവാനായി പാർട്ടികൾക്ക് കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ പൊതുജനം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അഖിലേഷ് യാദവ് ഒക്കെ ഉത്തർപ്രദേശിലേക്ക് ചെല്ലുമ്പോൾ കോൺഗ്രസിന്റെ അവിടുത്തെ ക്ഷീണം അദ്ദേഹം ബോധപൂർവം കണക്കിലെടുത്തുകൊണ്ട് വളരെ ഏകപക്ഷീയമായ ഒരു നിലപാടെടുക്കുമോ എന്നൊക്കെ സംശയിക്കുന്നവരുണ്ട്. SP എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ നിർണായകമായ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ്. എന്നാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ കക്ഷിയെ തീരെ അവഗണിച്ചുകൊണ്ട് ഉത്തർപ്രദേശിൽ മുന്നോട്ട് പോകാൻ അഖിലേഷ് യാദവോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ തയ്യാറാകുമെന്ന് വിചാരിക്കുന്നില്ല. അതുപോലെ ബംഗാളിലും ബീഹാറിലും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയും ആ സന്ദർഭത്തിനനുസരിച്ച് നേതാക്കന്മാർ ഉണർന്ന് പ്രവർത്തിക്കും എന്ന് തന്നെ വേണം കരുതാൻ. പ്രത്യേകിച്ച് തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനത്ത് DMKയ്ക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. DMKയും കോൺഗ്രസുമായി നല്ല ബന്ധത്തിലാണ്. അതുപോലെ തെലങ്കാന സംസ്ഥാനത്തും കോൺഗ്രസിന് കിട്ടിയതായിട്ടുള്ള വിജയം അവരുടെ ആർജവം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കർണാടകയിൽ കോൺഗ്രസിനുണ്ടായ തിളക്കമാർന്ന വിജയം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരുപക്ഷെ ഈ സഖ്യം തന്നെ CPMഉം കോൺഗ്രസും തമ്മിലുള്ള ഒരു മത്സരത്തിന് അനുമതി നൽകുമെങ്കിലും ആത്യന്തികമായി അത് ഈ സഖ്യത്തിന് ദോഷം ചെയ്യുന്നതായിരിക്കുകയില്ല എന്ന് തന്നെ വേണം വിലയിരുത്താൻ. ഇതെല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ ഇപ്പോൾ പന്ത് യഥാർത്ഥത്തിൽ
പ്രതിപക്ഷ ഐക്യത്തിൻ്റെ കോർട്ടിലാണ്. അവർ ഇത് അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ട് മുന്നോട്ടുള്ള യാത്ര തുടരുമെങ്കിൽ വളരെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. ശരത് പവാറിനെ പോലെ, മമതാ ബാനർജിയെ പോലെ, നിതീഷ് കുമാറിനെ പോലെ, അഖിലേഷ് യാദവിനെ പോലെ, ലാലു പ്രസാദ് യാദവിനെ പോലെ, MK സ്റ്റാലിനെ പോലെ വളരെയേറെ തഴക്കവും പഴക്കവുമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഈ സഖ്യത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായി നിൽക്കുന്നിടത്തോളം കാലം ഈ സഖ്യത്തിന് വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ BJPയെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധം പാർലമെന്റ് അംഗങ്ങളെ നിഷ്കരുണം പാർലമെന്റിന് പുറത്താക്കിക്കൊണ്ട് നിയമങ്ങൾ പാസാക്കിക്കൊണ്ട് പോകുന്നത്. അത് ഏകാധിപത്യത്തിൻ്റെ ലക്ഷണമാണ്, ജനാധിപത്യത്തിൻ്റെ അടിവേരറക്കുന്നതാണ്. ഈ തിരിച്ചറിവ് പൊതുസമൂഹത്തിന് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ തിരിച്ചടി ഇന്നല്ലെങ്കിൽ നാളെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാകും. അതിന് മുഖാന്തരമായി നിൽക്കുന്ന പ്രതിപക്ഷ സഖ്യം ശക്തമായി മുന്നോട്ട് വരേണ്ടത് ഈ കാലത്തിൻ്റെ ആവശ്യം കൂടിയാണ് എന്നാണ് പൊതുസമൂഹം കരുതുന്നത്. വരും ദിവസങ്ങളിൽ ഈ സീറ്റ് തർക്കങ്ങളെല്ലാം അവസാനിപ്പിച്ച് പ്രതിപക്ഷ ഐക്യം മുന്നോട്ട് പോവുകയും എല്ലാവർക്കും സ്വീകാര്യരായ സ്ഥാനാർത്ഥികളെ മണ്ഡലങ്ങളിൽ നിശ്ചയിക്കുകയും ചെയ്ത് പൊതു സ്ഥാനാർത്ഥികൾ എന്ന മുദ്രാവാക്യവുമായി എങ്ങനെയും BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, BJP മുക്ത ഭാരതം സൃഷ്ടിക്കുക എന്ന പ്രതിജ്ഞയോടുകൂടി മുന്നോട്ട് പോകും എന്ന് വേണം കരുതാൻ. അതാണ് ജനം വരും നാളുകളിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.